ഇപ്പോൾ നമ്മുടെ ഒരു ട്രേഡ് നോക്കാൻ പോവുകയാണ്. ഈ ട്രേഡിനകത്ത് ഏകദേശം നഷ്ടത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് കുറഞ്ഞ് കുറഞ്ഞ് വരുവാണ്. ROE ഏകദേശം $50 മൈനസ് എനിക്ക് വന്നിരുന്നു. പക്ഷെ അതൊക്കെ റിക്കവർ ചെയ്ത് കയറി വരികയാണ്. ഇത് നമ്മൾ ബൈനാൻസിൻ്റെ പേജിലാണ് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം 28 ഓഗസ്റ്റാണ് 2025. എൻ്റെ ട്രേഡിംഗ് എമൗണ്ട് $109 മാർജിൻ വെച്ചേക്കുന്നത്. ഞാൻ സെല്ലിലാണ് ഇട്ടേക്കുന്നത് എമൗണ്ട്. ഇത് ബാസ് USDT എന്ന് പറയുന്ന പുതിയൊരു ടോക്കണാണ്. നമുക്ക് ഏറ്റവും നല്ലത് പുതുതായിട്ടുള്ള ടോക്കൺ ട്രേഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു 80% നമ്മുടെ എമൗണ്ട് പോകാൻ സാധ്യത കുറവായിരിക്കും സെല്ലിലിട്ട. ബൈയിലിട്ട് കഴിഞ്ഞാൽ ബാക്കി ഒരു 80% പോകാൻ സാധ്യതയുണ്ട്. ബൈയിലിട്ട് കഴിഞ്ഞാൽ പൈസ പോകുമെന്നുള്ളതൊരു 90% ഉറപ്പാണ്. കാര്യം പുതിയ ടോക്കൺസ് എല്ലാം മാർജിൻ വളരെ കുറവാണ്, താഴോട്ടേ വരത്തുള്ളൂ. പക്ഷേ എല്ലാവരും ഇപ്പോൾ ഉള്ള പുതിയ ആൾക്കാരെല്ലാവരും ട്രേഡ് ചെയ്യുന്നത് പുതിയ ക്രിപ്റ്റോ കറൻസിയിലാണ്. പുതുതായിട്ട് ലിസ്റ്റാവുന്ന കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാട് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ അതാണ്ട് $35 എൻ്റെ കയറിയിട്ടാണ് പോകുന്നത്. നേരത്തെ $8 വരെ വന്നിട്ട് പിന്നെ തിരിച്ച് കയറി പോയേക്കുവാണ്. $35 കയറിപ്പോയി. ഇപ്പം എനിക്ക് ലോസാണ് നിലവിൽ. $33 ഇപ്പം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ $33 നഷ്ടപ്പെടും. അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. നമുക്കതിൻ്റെ ട്രേഡിംഗ് വ്യൂവിലോട്ട് പോകാം. ട്രേഡിംഗ് വ്യൂ നോക്കുമ്പോൾ സിമ്പിൾ മേപ്പോട്ടും താഴോട്ടുമായിട്ട് കളിക്കുക. പക്ഷെ അത് മേപ്പോട്ട് തന്നെ പോകാനാണ് സാധ്യത. എൻ്റെ ഒരു ലെവൽ വരുവാണെങ്കിൽ അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഇത് താഴോട്ട് വരണം. കാരണം മാർജിൻ ഏറ്റവും ടോപ്പ് 0.022422 ആണ്. ഇപ്പോൾ നിൽക്കുന്നത് 0.22121 നിൽക്കുന്നത്. ഇപ്പോൾ ഒരിക്കലും ഇപ്പോൾ 100 നിൽക്കുന്നതെന്ന് പറയാം. അത് 0.219 വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഏകദേശം എമൗണ്ട് ഞാനിപ്പോൾ ലൈവിൽ തന്നെ നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ കൊടുക്കുവാണെങ്കിൽ $30 എൻ്റെ നഷ്ടപ്പെടും. നമുക്ക് നോക്കാം. കുറേ നാളിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ചെയ്യണമെന്ന് തോന്നി. ഇതിപ്പോൾ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അത് ചെയ്ത് തന്നെ കാണിക്കണം. വളരെ വലിയ റിസ്ക്കാണ് ഈ എടുക്കുന്നത്. കാര്യം എൻ്റെ ബൈനാൻസിൽ കിടക്കുന്ന എമൗണ്ടാണ് ഞാനകത്ത് ഇട്ടേക്കുന്നത്. ആ എമൗണ്ട് ലിക്വിഡ് പ്രൈസ് ഇട്ടേക്കുന്നത് 22.4504 ഇപ്പോൾ അത് കുറഞ്ഞ് $19 ഇതുവരെ ഒരു പ്രോഫിറ്റിലോട്ട് എനിക്ക് വന്നിട്ടില്ല കേട്ടോ. ഇതുവരെ പ്രോഫിറ്റിലേക്ക് എനിക്ക് വന്നിട്ടില്ല. ഇതുവരെയുള്ള എൻ്റെ ഇത് നോക്കുവാണെങ്കിൽ ട്രേഡിംഗ് ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ഇന്ന് ഫുള്ള് ലോസ് ആയിരുന്നു. ആകെ ഉള്ളത് ഒരു $6 $3 ഒക്കെ ഇന്ന് പ്രോഫിറ്റ് എടുത്തതാണ് 28/8. ബാക്കിയൊക്കെ ചെറിയ എമൗണ്ടാണ്. ഇന്ന് കിട്ടിയ എമൗണ്ട് എല്ലാം കൂടാണ് ഞാൻ ട്രേഡിലേക്ക് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. $20 ലോസിൽ നിൽക്കുവാണ്. ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ $96 എൻ്റെ ഏകദേശം $120 കിടന്നതാണ്. $117 എൻ്റെ ലാസ്റ്റ് ഞാൻ ഇത് സ്റ്റാർട്ടിങ് ചെയ്യാൻ നേരം ഉണ്ടായിരുന്നു. കറക്റ്റ് പറഞ്ഞാൽ $117 എനിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയണം. പക്ഷേ ഇപ്പം നഷ്ടത്തിലാണ് പോകുന്നത്. $23 വരുന്നു. പിന്നെയും ഒരു റൗണ്ട് കൂടെ പോകുമെന്ന് തോന്നുന്നു. ഇതുവരെയുള്ള എൻ്റെ ഡേറ്റ് വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ കുറവാണ് PNL. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് കാണിക്കുന്നത്. വളരെ കുറവിലാണ് പോകുന്നത്. 30 ദിവസത്തിൽ ഞാൻ ഏൺ ചെയ്തത് $13 ആണ്. ഞാനിപ്പോൾ വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ. 1 വീക്ക് ആയിട്ടുണ്ടാവും ഞാൻ ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്.
കുറേ നാളുകൾക്ക് ശേഷമാണ് ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലോസ് ഉണ്ടായി. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ദിവസം 28-ൽ $3 ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അത് നേരത്തെ 10-ലായിരുന്നു. നമ്മളെടുത്ത ലോസും ഇതിൽ മൈനസ് ആവും കേട്ടോ. രാവിലെ തൊട്ട് ഉച്ച വരെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു $10 കിട്ടിയാൽ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ നമുക്കൊരു $5 മൈനസ് ആവും. അങ്ങനെയാണ് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ. നമുക്ക് നോക്കാം എന്ത് നടക്കുമെന്ന്. $23 ഇപ്പോഴും ലോസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഐസൊലേറ്റഡ് മാർജിൻ 30x ആണ് ഇട്ടേക്കുന്നത്. ആദ്യം ബൈ ചെയ്തപ്പോൾ 20x ഇട്ടു, പിന്നീട് 22 ഇട്ടു, പിന്നീട് 30x ഇട്ടു സ്റ്റാൻഡേർഡ് മോഡിൽ. ബട്ട് അത് വളരെ റിസ്ക്കാണ്. കാര്യം 30x ഇടുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ വളരെ കൂടുതലാണ്. മാക്സിമം പൊസിഷൻ ലിവറേജ് വളരെ കൂടി വരും. ലിവറേജ് കൂടി വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് വളരെ കുറവ് വരും. അതാണ് പ്രശ്നം. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ടോട്ടൽ നോക്കുവാണെങ്കിൽ 1,22,436 ബാസ് ടോക്കണാണ് സെല്ലിന് ഇട്ടേക്കുന്നത്. അത് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ $2,710 ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. $2,708 ഇപ്പം നിലവിലത്തെ ബാസ് ടോക്കൻ്റെ വാല്യൂ. എനിക്കിത് പ്രോഫിറ്റ് ആയാൽ, ഞാൻ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് ആവുകയാണെങ്കിൽ നോക്കാം. കാര്യം ഇതിപ്പോൾ 1.5 മണിക്കൂറായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. $60 എൻ്റെ നഷ്ടം വന്നു. എന്നിട്ട് തിരിച്ച് കയറി വന്നതാണ്. ബട്ട് പിന്നെയും അത് മുകളിലോട്ടാണ് പോകുന്നത്. ഞാൻ സെല്ലിലോട്ടാണ് ഇട്ടേക്കുന്നത്, താഴോട്ടാണ് ഇട്ടേക്കുന്നത്. ഇത് പക്ഷേ ഇത് സിമ്പിൾ മേപ്പോട്ടാണ് പോകുന്നത്. അത് കാരണം ഇത് ഏതെങ്കിലും രീതിയിലൊന്ന് താന്നു വന്നാൽ ഒരു 17.63 എത്തുമ്പോൾ ലിവറേജ് കിട്ടേണ്ടതാണ്. എനിക്ക് അതിൻ്റെ പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. ഈ താഴെ കാണുന്ന ഈ ലൈനിൽ 17.99, 18.07 ഈ ഒരു ലൈൻ വരെ പോകുമെന്നാണ് ഇവർ പറയുന്നത് താഴോട്ട്. അതിൽ വന്നിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു എമൗണ്ട് പ്രോഫിറ്റ് കിട്ടും. ബട്ട് ഇത് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലോസിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ബൈനാൻസ് വഴി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യുക. ട്രേഡിങ്ങിനെ പറ്റിയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എൻ്റെ ട്രേഡിങ് മറ്റു കാര്യങ്ങളും ആയിരിക്കും ഞാൻ അതിനകത്ത് ഇടാൻ പോകുന്നത്. ഇതുപോലെ ഒരുപാട് ലിസ്റ്റുകളുണ്ട്. ഫ്യൂച്ചർ ട്രേഡിലാണ് ഞാനിപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇതുപോലെ പുതുതായിട്ട് ഒരുപാട് കോയിൻസ് ഉണ്ട്. ന്യൂ ടോക്കൺസിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യാറുള്ളത്. ബൈനാൻസ് ട്രേഡ് ചെയ്യുന്നവർ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഒരുപാട് രീതിയിൽ അവർ മാർക്കറ്റിംഗ് ഫീസൊക്കെ കുറച്ച്, അവരുടെ സർവീസ് ചാർജൊക്കെ കുറച്ചിട്ടാണ് അവർ ഫ്രീ ചാർജസിലാണ് അവർ നമ്മൾക്ക് ട്രേഡ് ചെയ്യാൻ തരുന്നത്. ഇന്നത്തെ BTC വില വളരെ താഴോട്ടാണ് വരുന്നത്. എങ്കിലും കഴിഞ്ഞ 1 വീക്കിലായിട്ട് മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. 1,13,000 നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ BTC താഴോട്ടായിരിക്കും. അപ്പോൾ ഓൾ ഓവർ എല്ലാ ടോക്കൺസും താഴോട്ട് തന്നെയാണ് വരുന്നത്. ഞാൻ ഇന്ന് ട്രേഡ് ചെയ്യുന്നത് പറഞ്ഞല്ലോ പുതിയ ടോക്കണിലേക്കാണ്. ഇപ്പോൾ $9 എത്തി, തിരിച്ച് വരുവാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ബട്ട് പിന്നെയും മേഴോട്ട് തന്നെ പോകുന്നു. 9-ലും 10-ലും നിന്ന് കളിക്കുവാണ്. ഇതുവരെ 0-ൽ വന്നിട്ടില്ല. ഒരു മണിക്കൂറായി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇതുവരെ 0-ലിൻ്റെ ഒരു ചാർജസ് വന്നിട്ടില്ല. നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് പിന്നീട് തിരിച്ച് കയറിയിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷമാണ് ഒന്ന് പച്ച കണ്ടത്. പക്ഷെ പിന്നെയും ചുവപ്പിലേക്ക് പോയി. പക്ഷെ ഞാൻ പറഞ്ഞ എമൗണ്ടിൽ താഴെ വന്നു. മേ ബി ഇനി അത് താഴോട്ടായിരിക്കും അതിൻ്റെ ചാർട്ട് ഫ്ലോ വരുന്നത്. നമ്മുടെ എമൗണ്ട് പിന്നീട് ലോസിലേക്കാണ് പോകുന്നത്. 15 അങ്ങനെ നിന്ന് കളിക്കുകയാണ്.
നമുക്ക് നോക്കാം എവിടേക്കാണ് പോകുന്നതെന്ന്. പിന്നീട് ചാർട്ട് താഴേക്കാണ് മേപ്പോട്ടാണ് പോകുന്നത്. ഇപ്പം നല്ല പ്രോഫിറ്റിലേക്കാണ് വരുന്നത്. $18 എക്സ്ട്രാ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി എനിക്ക് തോന്നുന്നു താഴേക്കാണ്. ഇനി മേപ്പോട്ട് തന്നെയാണ് പോകുന്നത്. ഇനി താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ 48 ഡോളർ നഷ്ടമാണ് ഇപ്പോൾ ഞാൻ സെയിൽ ചെയ്ത. ഒരു തവണ മാത്രമാണ് പച്ചയിലോട്ട് കയറിയത്. പക്ഷെ ഇപ്പോൾ ഇത് അവരുടെ കണക്കിൽ ഇതിപ്പോൾ ബൈയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. $59, $66, $67 ഇപ്പോൾ എൻ്റെ എമൗണ്ട് ലോസാണ്. $80 ലോസിലെത്തിയാൽ ഉറപ്പായിട്ടും ഞാനത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. കാര്യം അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഫിറ്റ് നോക്കിയിരിക്കുന്നത് വളരെ മണ്ടത്തരമാണ്. ഇപ്പം എൻ്റെ എമൗണ്ട് ബാലൻസ് വരുന്നത് $55 ആണ്. ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച നല്ല താഴോട്ട് വന്നിട്ടുണ്ട്.
ഞാനിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ബാലൻസ് 131ആണ്. നമ്മുടെ പൊസിഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കി ട്രേഡ് ഹിസ്റ്ററിയിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മളെടുത്തതൊക്കെ എത്ര രൂപയ്ക്കാണ്? നമുക്ക് $15 നമുക്ക് സെയിൽ വന്നേക്കുന്നത്, പ്രോഫിറ്റ് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ ബാലൻസ് വന്ന് 131. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഏവരും സബ്സ്ക്രൈബ് ചെയ്യുക.